ഹായ് എല്ലാവർക്കും രാഗാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പോർക്കും കായാണ്. തൃശ്ശൂർക്കാരുടെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ കറിയൊക്കെ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. പോർക്കും കായും കൂടിയിട്ട് കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കറി ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അത് വെക്കാനായിട്ട് ഞാൻ 1 കിലോ പോർക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഇവിടെ നെയ്യുണ്ട്, പിന്നെ എല്ലടക്കം ഇവിടെ കിട്ടും, ദുബായിലാണ്. പിന്നെ ഇത് ഫ്രോസൺ ആണ് കേട്ടോ. അവിടെ ഫ്രഷ് പോർക്ക് കിട്ടില്ല, അപ്പോൾ ഫ്രോസൺ ആണ്. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് മേടിക്കാൻ പറ്റും. എല്ലിൻ്റെ ഉള്ളത് മേടിക്കാം, അതുപോലെ മാംസമുള്ളത് തന്നെ ആയിട്ട് മേടിക്കാം. അപ്പോൾ ഞങ്ങൾ എല്ലും മാംസം കുറച്ച് നെയ്യൊക്കെ ഉള്ളത് കൂടിയിട്ടാണ് മേടിച്ചത്. അതിപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് 1 കിലോ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികളാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചതച്ച കുരുമുളക് പൊടി. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് ഞാൻ ഒരു സബോള ചെറുതായി അരിഞ്ഞിട്ട് ഇതുപോലെ സ്ലൈസിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം, അത്യാവശ്യം കുറച്ചൊരു മീഡിയം കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 6 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലുണ്ട്, ഒരു 4 പച്ചമുളകുണ്ട്, പിന്നെ കുറച്ച് നമ്മുടെ നാളികേരക്കൊത്തുണ്ട്. പിന്നെ നമുക്കതിലേക്ക് മെയിൻ പെട്ട സാധനം വേണ്ടത് കായാണ്. അപ്പോൾ നമ്മൾ കായൊക്കെ നന്നാക്കിയിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെയാണ് നന്നാക്കിയേക്കുന്നത്. ചിലർക്ക് ഇതിൽ തൊലി ഇട്ടിട്ട് ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ തൊലി കളഞ്ഞിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് പോർക്കെല്ലാതും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാനും അപ്പോൾ ഞാൻ തന്നെയാണ് ഈ ക്യാമറയ്ക്ക് പിടിച്ച് ചെയ്യണത്. കാരണം ഒറ്റയ്ക്കാവുമ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിത് പോർക്കെല്ലാതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാണ് കേട്ടോ. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും നാളികേരക്കൊത്തും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് കല്ലുപ്പാണ് കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ കുരുമുളക് പൊടിയൊക്കെ എല്ലാതും പോരാൻ വേണ്ടിയിട്ട് അതിലേക്ക് തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ചത് കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ല പോലെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. കറിയിലേക്ക് ഞാൻ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ പോർക്ക്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി വേണ്ടത് കുറച്ച് വെള്ളമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ഇത് കറി ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലേക്കൊരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ. കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെന്താ അത്യാവശ്യം നെയ്യുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു കുക്കർ അടച്ച് വെച്ചൊരു 5 വിസിൽ വരുന്ന വരയ്ക്ക് വേവിക്കാം കേട്ടോ. നമുക്കിത് 5 വിസിലൊക്കെ അടിച്ചത് എയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇവിടെ കുക്കറൊക്കെയും തുറന്ന് നോക്കിയപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് അതിൽ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നന്നാക്കി വെച്ച കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നാക്കി വെച്ചാൽ നമുക്ക് കായ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഈ കായ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് 2 വിസിലടിക്കണ വരയ്ക്ക് നമുക്ക് 2 ഓഫാക്കിയാൽ മതി. അപ്പോൾ 2 വിസിൽ വേണം ഈ കായൊക്കെ ഒന്ന് നന്നായി വെന്ത് വരാൻ. പിന്നെ അതുപോലെ പോർക്കിനൊക്കെ ഇത്തിരി വേവ് കുറവാണെങ്കിൽ അതപ്പോൾ അതിൻ്റെ ഒപ്പം നിന്ന് വെന്തോളൂ കേട്ടോ. നമ്മൾ കായൊക്കെ എല്ലാ കായ കഷ്ണങ്ങളൊക്കെ മയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് 2 വിസിലടിക്കണം ഇവിടെ കാക്കാട്ടോ. നമ്മളിത് കുക്കറിൻ്റെ 2ാമത്തെ വിസിലൊക്കെ കഴിഞ്ഞ് എയർ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് എന്തായി കായൊക്കെ വെന്തോന്ന് നോക്കാം കേട്ടോ. നമ്മുടെ കായൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ കറിയൊക്കെ ഒന്നും കൂടെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു 10-15 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലാണ് അരിഞ്ഞേക്കണത്. ഒരു 6 കഷ്ണം വെളുത്തുള്ളി, വലിയതാണ് അതുകൊണ്ടാണ് ഇത് കേട്ടോ. അത് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി,
1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂണോളം നമ്മുടെ മീറ്റ് മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ നമുക്കൊന്ന് റെഡിയാക്കാം. കറി എല്ലാതും ശരിയാക്കാനായിട്ട് ഇതേ ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്നൊരു ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായതിന് ശേഷം നമുക്ക് സബോളയും ഉള്ളിയും ഒപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ എല്ലാതും ചൂടായിട്ടുണ്ട്. അപ്പോഴേക്കും അതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും തീ നന്നായി കുറച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തീയൊക്കെ നല്ല പോലെ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതെ, സബോളയും ഉള്ളിയാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് വല്ലാണ്ട് ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ സബോളയും ഉള്ളി എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് വാടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പോലെ ഞാൻ പറഞ്ഞല്ലോ വാടണ്ട, വെറുതെ ഒന്ന് വാടിയാൽ മതി. അപ്പോൾ ഒരു വാട്ടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാതും നല്ല പോലെ ഗോൾഡൻ കളർ ആവണ വരയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മളിതുപോലെ തന്നെ ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ കൊടുക്കണമെന്ന് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടി പിടിക്കാണ്ടൊക്കെ നോക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഉപ്പൊക്കെ ഇത്തിരി നമുക്ക് കറിയിലേക്ക് ഇത്തിരി കുറവാണെങ്കിൽ ഈ സബോളയ്ക്ക് ഇട്ട് വാട്ടുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറിയിലേക്ക് ഉപ്പൊക്കെ അതിലേക്ക് ചേരുമ്പോൾ റെഡി ആയുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഒന്ന് കമൻറ്റ് അടിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പോർക്കും കായൊക്കെ ഒന്ന് വെച്ച് നോക്കിയോളൂ. നമ്മുടെ ഉള്ളി എല്ലാം വാടി തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടി ഒന്ന് കളർ മാറി നല്ല ഗോൾഡൻ കളറാവും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു മണം വന്നു തുടങ്ങും. അപ്പോൾ ഇതിൽ നമ്മൾ ഇടരുത്, നമുക്ക് ഇത്തിരി കൂടി ഒന്ന് കളർ മാറി വരട്ടെ. അതുവരെ നമുക്ക് ഇതൊപ്പം തന്നെ ഇളക്കി കൊടുക്കാം. നമ്മുടെ സബോളയ്ക്ക് കളർ മാറി നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം കേട്ടോ, എണ്ണയൊക്കെ ഇവിടെ തെളിഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരുമിച്ച് നേരത്തെ എല്ലാ പൊടികളും ഒരുമിച്ച് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തീ നമ്മൾ നല്ല പോലെ കുറച്ചിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. പൊടികളൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല പോലെ മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതേ പൊടിയെല്ലാം അത് നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പോർക്കും കായും ഇട്ട് കൊടുക്കാം കേട്ടോ. പോർക്കും കായും ഞാനിത് എല്ലാതും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പോർക്കും കായൊക്കെ ഞാൻ നല്ല പോലെ പൊടികളായിട്ടൊക്കെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതേ മൂടി വെച്ചതൊക്കെ ഒന്ന് തുറന്നു നോക്കാം കേട്ടോ. ഇതേ കാണാം, നമ്മുടെ കൂട്ടാനൊക്കെ നല്ല പോലെ ഒന്നും കൂടി തിളച്ചിട്ടുണ്ട്. അതെന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ ഇതിങ്ങനെ നന്നായി ഇതിലേക്ക് മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ പോർക്കും കായൊക്കെ ഇവിടെ റെഡി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓന്നുള്ള ബട്ടണും കൂടി അടിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ കറിക്ക് വെച്ച് നോക്കണം. ഇത് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലാണ്. അപ്പോൾ തൃശ്ശൂരുള്ളവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ശരി, ടാറ്റ, ബൈ.